ഹായ് ഫ്രണ്ട്സ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ രണ്ടാമത്തെ പാർട്ടുമായിട്ട് വീണ്ടും എത്തിയിരിക്കുന്നു. ആദ്യത്തെ പാർട്ട് നിങ്ങൾ മനോഹരമായി മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ട് എന്ന് ഞാൻ കരുതട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പാർട്ടിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് 3 സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടുന്നതാണ്. 1 റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, 3 ബാലൻസ് ഷീറ്റ്. അപ്പം 3 സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടുന്നതാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ ഫൈനൽ അക്കൗണ്ട് അഥവാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ട്രേഡിംഗ് ഓർഗനൈസേഷൻ്റെയോ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. എന്തുകൊണ്ടാണ് ഇവയെ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്? ഒരു പ്രത്യേക പീരീഡിൻ്റെ അവസാനം ചില പ്രത്യേക ലക്ഷ്യങ്ങളോടുകൂടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവ. ഒരു പീരീഡിൻ്റെ അവസാനം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവ. എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് അത് നമ്മൾ ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകും. ഈ രണ്ടാം പാർട്ടിൽ നമ്മൾ വ്യക്തമാക്കാൻ പോകുന്നത് ഫൈനൽ അക്കൗണ്ടിൻ്റെ ആദ്യത്തെ അക്കൗണ്ടായ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ കുറിച്ചാണ്. അതിൻ്റെ മീനിങ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ വ്യക്തമാക്കുന്നത്. നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണ് എന്ന് പരിശോധിക്കാം. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് a real account and summary of cash book. It is prepared at the end of the accounting period with the help of cash book. It helps to find inflow, outflow and net balance of funds. നമ്മൾ ഈ മീനിങ് നിങ്ങൾ ബൈഹാർട്ടാക്കാനൊന്നും നോക്കണ്ട. ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇത് പ്രിപ്പയർ ചെയ്യുന്ന അതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സെൻറ്റൻസിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ മീനിങ് പറയുവാനും എഴുതുവാനും പറ്റും. അപ്പോൾ ഇത് ബൈഹാർട്ടാക്കാൻ നിൽക്കണ്ട. നമ്മൾ കുറച്ച് ഫീച്ചേഴ്സ് അതിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഓരോ കാര്യങ്ങളും വ്യക്തമാക്കാൻ പോവുകയാണ്, പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്, എന്തുകൊണ്ട്? ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്, എന്തുകൊണ്ട്? ഇതെല്ലാം നമ്മൾ വ്യക്തമാക്കാൻ പോവുകയാണ്. നോക്കൂ, ഞാനിവിടെ ഒരു ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴെ ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഞാൻ വരച്ചിട്ടുണ്ട്. അതിൽ റെസിപ്റ്റ്സ് ആൻഡ് മീനിങ് നോക്കൂ. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട് ആൻഡ് സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. അടുത്ത സെൻറ്റൻസ് നിങ്ങൾ നോക്കിയേ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യാഷ് ബുക്ക്. 2 കാര്യം വ്യക്തമാക്കുന്നു. 1, ഇതെപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നു. 2, എന്തിൻ്റെ ബേസിൽ പ്രിപ്പയർ ചെയ്യുന്നു. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ്. അപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പീരീഡിൻ്റെ അവസാനമാണ്. സാധാരണ കേസിൽ പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വർഷമാണ്. അപ്പോൾ ഒരു വർഷത്തിൻ്റെ അവസാനം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. എന്തിൻ്റെ ബേസിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് നോക്കിയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതോ? ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. സോഴ്സ് ഡോക്യുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. റെസിപ്റ്റും ഇൻവോയ്സും അതുപോലെ വൗച്ചറുകളും ഒക്കെ നോക്കിയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതോ? ക്യാഷ് ബുക്ക് നോക്കിയിട്ടാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ബേസ് ക്യാഷ് ബുക്ക്. ഇനി നോക്കൂ, ക്യാഷ് ബുക്കിൻ്റെ ഫോം ഒന്ന് നോക്കൂ. 2 സൈഡ്
ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനും രണ്ട് സൈഡ്, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിനെ, ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിനെ പറയുന്നത് റെസിപ്റ്റ് സൈഡ്. ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിനെ റെസിപ്റ്റ് സൈഡ് എന്നും ക്രെഡിറ്റ് സൈഡിനെ പേയ്മെന്റ് സൈഡ് എന്നും വിളിക്കുന്നു. ഇത് തന്നെയാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിനും പറയുന്നത്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്സിന്റെ ഡെബിറ്റ് സൈഡിനെയും റെസിപ്റ്റ് സൈഡ് എന്ന് പറയുന്നു, ക്രെഡിറ്റ് സൈഡിനെ പേയ്മെന്റ് സൈഡ് എന്നും പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ എന്താണ് വ്യത്യാസം? ഒന്ന്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് വർഷ അവസാനമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് ബുക്കോ? ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഡെയിലി. എല്ലാ സ്ഥാപനങ്ങളും ഡെയിലി പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ബുക്കാണ് ക്യാഷ് ബുക്ക്. നോക്കൂ, നിങ്ങൾ ആ ഡേറ്റ് നോക്കിയാൽ അറിയാം. ക്യാഷ് ബുക്കിന് ഡേറ്റ് കോളം ഉണ്ട്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന് ഡേറ്റ് കോളം ഇല്ല. ക്യാഷ് ബുക്കിന് ഡേറ്റ് നോക്കൂ, ആ ഡേറ്റ് കോളത്തിൽ ഓരോ ട്രാൻസാക്ഷനും ഡേറ്റ് ബേസിലാണ് എഴുതിയിരിക്കുന്നത്. 1-ാം തീയതി 5, 5-ാം തീയതിയിൽ തന്നെ 2 ട്രാൻസാക്ഷൻ ഉണ്ട്, 10-ാം തീയതി ട്രാൻസാക്ഷൻ, അങ്ങനെ ഓരോ ട്രാൻസാക്ഷനും ഡേറ്റ് ബേസിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഡെയിലി ബേസിലും ഡേറ്റ് ഓർഡറിലും, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഡേറ്റ് ഓർഡറിലല്ല, പിന്നെയോ വർഷാവസാനമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മീനിങ്ങിൽ വ്യക്തമാക്കിയിരിക്കുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യാഷ് ബുക്ക്. അപ്പോൾ ആ സെന്റൻസ് നിങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. എന്തുകൊണ്ട് നോക്കാം. ക്യാഷ് ബുക്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, റെസിപ്റ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. റെസിപ്റ്റ് സൈഡിൽ എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്? നമുക്ക് കിട്ടുന്ന കാര്യം, ഫണ്ടുകൾ കിട്ടുന്ന ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. ക്യാഷ് ബുക്കിന്റെ റെസിപ്റ്റ് സൈഡിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന ഫണ്ടുകളാണ്, നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഫണ്ടുകളാണ് റെസിപ്റ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നത്. കയ്യിൽ നിന്ന് പോകുന്ന ഫണ്ടുകളാണ് പേയ്മെന്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലും. എവിടുന്ന് ഫണ്ട് കിട്ടിയാലും റെസിപ്റ്റ് സൈഡിലും, എവിടുന്ന് ഫണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് എങ്ങോട്ട് പോയാലും അത് പേയ്മെന്റ് സൈഡിലും റെക്കോർഡ് ചെയ്യും. ഇനി നിങ്ങൾ ക്യാഷ് ബുക്ക് നോക്കിയാൽ 5-ാം തീയതി സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിട്ടുണ്ട്, അത് റെസിപ്റ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് 5,000 rupees. 5-ാം തീയതി വീണ്ടും ഒരു റെസിപ്റ്റ് ഉണ്ട്, എൻട്രൻസ് ഫീസ് 500 രൂപ. 10-ന് വീണ്ടും സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിരിക്കുന്നു 1000. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എത്ര തവണ റിസീവ് ചെയ്തിട്ടുണ്ട്? 2 തവണ. 5-ാം തീയതിയും സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തു, 10-നും സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തു. ഇപ്പോൾ ഈ ക്രെഡിറ്റ് സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, അവിടെ എക്സ്പെൻസ് നോക്കുമ്പോൾ, അവിടുത്തെ പേയ്മെന്റ് നോക്കുമ്പോൾ അവിടെയുണ്ട് 5-ാം തീയതി ഒരു ഓഫീസ് എക്സ്പെൻസ് ഉണ്ട്, 5-ാം തീയതി സാലറി കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് 10-ാം തീയതി ഓഫീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ റെസിപ്റ്റ് സൈഡ് നോക്കിയാൽ സബ്സ്ക്രിപ്ഷൻ 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഓഫീസ് എക്സ്പെൻസ് പേയ്മെന്റ് സൈഡ് നോക്കിയാൽ ഓഫീസ് എക്സ്പെൻസും 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ക്യാഷ് ബുക്ക് നോക്കി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. നോക്കൂ, രണ്ടിൻ്റെയും സൈഡ് ഒന്ന് തന്നെയാണ്, റെസിപ്റ്റ് സൈഡ്. അപ്പോൾ ക്യാഷ് ബുക്ക് നോക്കിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് ബുക്കിന്റെ റെസിപ്റ്റ് സൈഡിൽ കിടക്കുന്ന ഐറ്റം എല്ലാം എവിടേക്ക് വരും? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസിപ്റ്റ് സൈഡിലേക്ക് വരും. പേയ്മെന്റ് കിടക്കുന്ന ഐറ്റം എല്ലാം തൊട്ട് താഴെ അതേ സൈഡിലേക്ക് വരും, പേയ്മെന്റ് സൈഡ്. മാറ്റമേ ഇല്ല. ഒരിടത്തുനിന്ന് കോപ്പി ചെയ്ത് ഇങ്ങോട്ടും എഴുതുന്നത് മാത്രമേ ഉള്ളൂ. എന്തേ വ്യത്യാസമുള്ളൂ? ഡേറ്റ് ഇല്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കാം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം എഴുതുന്നത് ആ കിടക്കുന്ന അതേ ഓർഡറിൽ തന്നെ എഴുതുകയാണ്. ഫസ്റ്റ് ഞാൻ എഴുതി ബാലൻസ് ബ്രോ ഡൗൺ, എമൗണ്ടും എഴുതി. അടുത്ത രണ്ടാമത്തെ ഐറ്റം ഏത്? സബ്സ്ക്രിപ്ഷൻ, അത് എഴുതാൻ പോകുന്നു.
സബ്സ്ക്രിപ്ഷൻ ഞാൻ എഴുതി, ഐറ്റത്തിൻ്റെ പേരെഴുതി, സബ്സ്ക്രിപ്ഷൻ. ഇനി ഞാൻ എമൗണ്ട് എഴുതാൻ പോവുകയാണ്. എത്രയാണ് എഴുതിയത്? 2000. പക്ഷേ രണ്ടാമത്തെ ഐറ്റം സബ്സ്ക്രിപ്ഷൻ എത്രയാണ് കിടക്കുന്നത്? 1000. ഞാൻ എത്ര എഴുതി ഇവിടെ? 2000. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്? ഇവിടെ റെസിപ്റ്റ് സൈഡിൽ 2 ഡേറ്റിൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഏതൊക്കെ? ഒന്ന് സബ്സ്ക്രിപ്ഷൻ ഒരു 1000, 2 10-ാം തീയതിയിലെ സബ്സ്ക്രിപ്ഷൻ 1000. ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്താണ് ഞാൻ എന്ത് എഴുതിയത്? 2000 സബ്സ്ക്രിപ്ഷൻ എഴുതിയത്. അതെന്താ അങ്ങനെ? ക്യാഷ് ബുക്കിൽ ഡേറ്റ് ബേസിലായതുകൊണ്ട് ഒരേ ഐറ്റം തന്നെ പല ഡേറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലോ അങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാറില്ല. വർഷ അവസാനമായതുകൊണ്ട് ഒറ്റത്തവണ ഒരു ഹെഡിലെ എഴുതൂ, ഒരു വർഷത്തെ ടോട്ടൽ എമൗണ്ട് എഴുതൂ. അതുകൊണ്ടാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ എന്തു പറയുന്നത്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഹെഡിലെ ഒരൈറ്റം എഴുതാറുള്ളൂ. ഞാൻ അടുത്ത ഐറ്റം എഴുതാൻ പോകുന്നു. നോക്കൂ, എൻട്രൻസ് ഫീസ് എഴുതി, എമൗണ്ട് എഴുതി. അപ്പോൾ റെസിപ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. നോക്കൂ, ആദ്യം ബാലൻസ് ബ്രോഡം എഴുതി, മാറ്റമൊന്നുമില്ല, അതുപോലെ കോപ്പി ചെയ്തു. 2 സബ്സ്ക്രിപ്ഷൻ എഴുതി, അത് വന്നപ്പോൾ 2 ഐറ്റം ഉണ്ടായിരുന്നു, അതിനെ ഒന്നാക്കി എഴുതി. പിന്നീട് എൻട്രൻസ് ഫീസും എഴുതി. ശരി, ഞാൻ ഇനി പേയ്മെൻറ്റ് സൈഡിലേക്ക് പോകുന്നു. അതുപോലെ മുകളിലുള്ള കിടക്കുന്ന ഐറ്റം, ക്യാഷ് ബുക്കിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ കിടക്കുന്ന ഐറ്റം ഇവിടെ ഇങ്ങ് കോപ്പി ചെയ്യുകയാണ്. ഫസ്റ്റ് ഐറ്റം ഓഫീസ് എക്സ്പെൻസ്. നിങ്ങൾക്ക് പറയാമോ, ഞാനിവിടെ ഓഫീസ് എക്സ്പെൻസിൽ എഴുതാൻ പോകുന്ന എമൗണ്ട് എത്രയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നോക്കൂ, എത്രയായിരിക്കും? 500 റുപ്പീസ് ആണോ, അതല്ല വേറെ ഏതെങ്കിലും എമൗണ്ട് ആണോ എന്ന് പറയാൻ പറ്റുമോ? എത്രയാണ് എഴുതുന്നത്? ഞാൻ എഴുതിയത് 750. എന്തുകൊണ്ട്? ഇവിടെയും 2 ഓഫീസ് എക്സ്പെൻസ് ഉണ്ട്. ഒന്ന് 5-ാം തീയതിയിലെ ഒരു ഓഫീസ് എക്സ്പെൻസും 2 10-ാം തീയതി നടന്ന ഒരു ഓഫീസ് എക്സ്പെൻസ് 250. അങ്ങനെ രണ്ടും കൂടി ചേർത്ത് 750 രൂപയാണ് എഴുതിയത്. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ വ്യക്തമാക്കിയ സബ്സ്ക്രിപ്ഷൻ എഴുതിയപ്പോഴും വ്യക്തമാക്കി. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നതാ? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. അപ്പോൾ നമ്മൾ 3 കാര്യം വ്യക്തമാക്കി. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നു? അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ്. എന്തിൻ്റെ ബേസിൽ പ്രിപ്പയർ ചെയ്യുന്നു? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യാഷ് ബുക്ക്. ഇതിനെ എന്തുകൊണ്ട് സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് എന്ന് വിളിക്കുന്നു? ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു എന്നും നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തു. ഇനി അടുത്ത ഒന്ന്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട് എന്നാണ് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് എന്നാണ് അടുത്തത് അത് വ്യക്തമാക്കാൻ പോകുന്നത്. നോക്കൂ, ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്താണ് എഴുതുന്നത്? റെസിപ്റ്റുകളാണ് എഴുതുന്നത്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെയും ഡെബിറ്റ് സൈഡിൽ എന്താണ് എഴുതുന്നത്? റെസിപ്റ്റ് ആണ് എഴുതുന്നത്. എന്താണ് റെസിപ്റ്റ്? നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഫണ്ടുകൾ. അപ്പോൾ കുറേ പൈസ കിട്ടി. എത്ര കിട്ടി? 22,500 റുപ്പീസ് നിങ്ങളുടെ കയ്യിൽ കിട്ടി, അല്ലേ? 22,500 റുപ്പീസ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി പേയ്മെൻറ്റ് സൈഡിലേക്ക് നോക്കൂ, അവിടെ എന്താണ് എഴുതുന്നത്? നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്നത്. നമ്മൾ പലതരത്തിൽ ഫണ്ട് ഉപയോഗിക്കും. അങ്ങനെ ഏതിനെല്ലാം ഉപയോഗിച്ചു എന്നറിയണമെങ്കിൽ എവിടെ നോക്കിയാൽ മതി? പേയ്മെൻറ്റ് സൈഡ് നോക്കിയാൽ മതി. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലോ അവിടെയും നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ നോക്കിയാൽ മതി? എല്ലാം പേയ്മെൻറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് സൈഡിൽ നോക്കിയപ്പോൾ 22,500 റുപ്പീസ് ടോട്ടൽ റെസിപ്റ്റും മുൻ ബാലൻസും കൂടെ ചേർത്തുണ്ട്. അതിൽ നിന്നും നമ്മളുടെ കയ്യിൽ നിന്ന് ചിലവായത്, കയ്യിൽ നിന്ന് പോയത് പേയ്മെൻറ്റ് എത്ര രൂപയുണ്ട്? 2,750. ആകെ ഉള്ളത് എത്ര? 22,500. കയ്യിൽ നിന്ന് പോയത് എത്ര? 2,750.
അപ്പോൾ ബാക്കിയോ? ബാക്കി എത്ര ഉണ്ട് നോക്കൂ, 19,750, 19,750. എന്താണിത് ബാക്കി വന്നത്? എന്ത് ബാക്കി വന്നത്? നമുക്ക് കയ്യിലേക്ക് വന്ന ഫണ്ട് 22,500, കയ്യിൽ നിന്ന് പോയത് 2,750, ബാക്കി വന്നത് 19,750. എന്താണ് ഈ 19,750? ഈ 19,750 എന്ന് പറയുന്നത് എന്താണ്? ബാക്കി വന്ന ഫണ്ട്, കയ്യിലിരിക്കുന്ന ക്യാഷ്, അല്ലെങ്കിൽ ബാങ്കിൽ ഉള്ള ബാലൻസ് ഓഫ് ഫണ്ട്. കയ്യിലിരിക്കുന്ന ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിൽ വന്ന ഫണ്ട്. എന്താണിത്? അസറ്റ്. ക്യാഷ് എന്താണ്? അസറ്റ്, മോസ്റ്റ് ലിക്വിഡ് അസറ്റ്, കറന്റ് അസറ്റ് ക്യാഷ്. ബാങ്കോ അത് തന്നെ, കറന്റ് അസറ്റ്, അസറ്റാണിത്. അപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ആകെ കയ്യിൽ വന്നത് എത്ര. എവിടെ നോക്കി അറിയാം? റെസിപ്റ്റ് സൈഡ്. ആകെ കയ്യിൽ നിന്ന് പോയത് എത്ര? എവിടെ നോക്കി അറിയാം? പേയ്മെന്റ് സൈഡ്. പിന്നെന്തറിയാം? ബാക്കിയിരിക്കുന്ന ഫണ്ട് എത്ര എന്നറിയാം. ബാക്കിയിരിക്കുന്ന ഫണ്ട് എന്താണ്? ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ്. ഇതെന്താണ്? അസറ്റ്. അപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലൂടെ ബാലൻസ് ഓഫ് ക്യാഷും ബാലൻസ് ഓഫ് ബാങ്കും അറിയാം. അത് അസറ്റാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. അപ്പോൾ മീനിങ്ങിൽ പറഞ്ഞ എല്ലാ കാര്യവും ക്ലിയർ ആയല്ലോ. ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്, ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യാഷ് ബുക്ക്. ഇനി അതിനകത്ത് വേറൊരു യൂസ് എഴുതിയിരിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഇൻഫ്ലോ, ഔട്ട്ഫ്ലോ ആൻഡ് നെറ്റ് ബാലൻസ് ഓഫ് ഫണ്ട്. അത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. റെസിപ്റ്റ് സൈഡ് നോക്കിയാൽ ഇൻഫ്ലോ ഓഫ് ഫണ്ട്, കയ്യിലേക്ക് വന്ന ഫണ്ട് എത്ര നമുക്ക് റെസിപ്റ്റ് സൈഡ് നോക്കിയാൽ അറിയാം. എത്ര രൂപ കയ്യിൽ വന്നു, എത്ര ഫണ്ട് നമ്മുടെ കയ്യിൽ വന്നു, റെസിപ്റ്റ് സൈഡ് നോക്കിയാൽ അറിയാം. ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് എവിടെ നോക്കിയാൽ അറിയാം? പേയ്മെന്റ് സൈഡ് നോക്കിയാൽ പേയ്മെന്റ് പോയത്, ഔട്ട്ഫ്ലോ കയ്യിൽ നിന്ന് പോയത്, അത് എവിടെ നോക്കിയാൽ അറിയാം? പേയ്മെന്റ് സൈഡ് നോക്കിയാൽ അറിയാം. അത് രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് എടുത്തപ്പോൾ നോക്കൂ, ഇവിടെ ഞാൻ 19,750 എഴുതിയല്ലോ. അത് നോക്കുമ്പോൾ നമുക്ക് എന്തറിയാൻ പറ്റും? ബാലൻസ്, നെറ്റ് ബാലൻസ്, ബാക്കി വന്നത്. അന്നേരം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നോക്കിയാൽ 3 കാര്യങ്ങൾ അറിയാം. ഒന്ന്, കയ്യിലേക്ക് വന്ന ടോട്ടൽ ഫണ്ട് എത്ര, എവിടുന്നെല്ലാം വന്നു, കയ്യിൽ നിന്ന് പോയ ടോട്ടൽ ഫണ്ട് എത്ര, ഏതെല്ലാം സോഴ്സിലൂടെ അത് പോയി. അപ്പോൾ ഏതെല്ലാം സോഴ്സിലൂടെ ഫണ്ട് വന്നു, ഏതെല്ലാം സോഴ്സിലൂടെ ഫണ്ട് പോയി എന്ന് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നോക്കിയാൽ അറിയാം. അതാണ് ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഇൻഫ്ലോ, ഔട്ട്ഫ്ലോ ആൻഡ് നെറ്റ് ബാലൻസ് ഓഫ് ഫണ്ട്. നമ്മൾ മീനിങ് ക്ലിയർ ആയ സ്ഥിതിക്ക് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് കിടക്കാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് സ്വന്തം സെൻറ്റൻസിൻ്റെ മീനിങ് പറയുവാൻ പറ്റും. ഒന്ന്, നമ്മൾ മീനിങ് പറഞ്ഞത് തന്നെ, ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട് ആൻഡ് എ സമ്മറി ഓഫ് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻ. പറയണ്ടല്ലോ. 2, അതും നമ്മൾ ക്ലിയർ ചെയ്തു മീനിങ്ങിനകത്ത്. ദിസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ്. 3, ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആര്? അത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ട്രയൽ ബാലൻസ് വരെ എല്ലാ സ്ഥാപനങ്ങളും അവിടെ പ്രോഫിറ്റ് ഓർഗനൈസേഷനോ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനോ വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥാപനങ്ങളും പ്രിപ്പയർ ചെയ്തേ മതിയാവും. ക്യാഷ് ബുക്ക് എല്ലാ സ്ഥാപനങ്ങളും പ്രിപ്പയർ ചെയ്യണം. ഡെയിലി ബേസിൽ എല്ലാവരും ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യണം. അത് അവരുടെ ലീഗൽ ഒബ്ലിഗേഷനാണ്. പക്ഷേ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരാൾ മാത്രം. ആര്? നോൺ ട്രേഡിംഗ് കൺസേൺ, നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസ് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ക്യാഷ് ബുക്കോ എല്ലാവരും പ്രിപ്പയർ ചെയ്യണം. പ്രോഫിറ്റ് ഓർഗനൈസേഷനും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും പ്രിപ്പയർ ചെയ്യണം.
So this account is prepared by non-profit entities only, non-trading organizations only. 3 ഫീച്ചറായി. 4 തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു, മീനിങ് പറഞ്ഞപ്പോൾ വ്യക്തമാക്കി, ഞാൻ വരച്ച് കാണിച്ചിരുന്നു. 4ാമത്തെ ഫീച്ചർ, ഇറ്റ് റെക്കോർഡ്സ് ഓൾ ആക്ച്വൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പീരീഡ്. പീരീഡ് നോക്കാതെ എല്ലാ റെസിപ്റ്റും, യാതൊരു ക്ലാസിഫിക്കേഷനും ഇല്ല, എല്ലാ റെസിപ്റ്റും റെസിപ്റ്റ് സൈഡിൽ, എല്ലാ പേയ്മെൻറ്റ്സും പേയ്മെൻറ്റ്സ് സൈഡിൽ. എന്തു മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ? കയ്യിലേക്ക് ഫണ്ട് വന്നാൽ അത് ഡെബിറ്റ് സൈഡായ റെസിപ്റ്റ് സൈഡിൽ എഴുതും. കയ്യിൽ നിന്ന് ഫണ്ട് പോയാൽ ക്രെഡിറ്റ് സൈഡായ പേയ്മെൻറ്റ് സൈഡിൽ എഴുതും. വേറെ ഒന്നും അവിടെ നമ്മൾ നോക്കുന്നില്ല. ഫണ്ട് വന്നോ റെസിപ്റ്റ് സൈഡ്, ഫണ്ട് പോയോ പേയ്മെൻറ്റ് സൈഡ്, ക്ലോസ്. അപ്പം 4 ഫീച്ചർ. ഇറ്റ് റെക്കോർഡ്സ് ഓൾ ആക്ച്വൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പീരീഡ്. പീരീഡ് നോക്കുന്നേയില്ല. മുൻ വർഷങ്ങളിലെ എഴുതും, വരാൻ പോകുന്ന വർഷങ്ങളിലെ എഴുതും, എല്ലാം എഴുതും. എന്താണ് നോക്കുന്നത്? കയ്യിൽ ഫണ്ട് വന്നോ, കയ്യിൽ നിന്ന് ഫണ്ട് പോയോ. 5ാമത്തെ ഫീച്ചർ, ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്. പ്രധാനപ്പെട്ട ഫീച്ചറാണ്. ഈ 4ഉം 5ഉം ഒക്കെ എല്ലാ ഫീച്ചറും പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്. നമ്മളിത് കുറച്ചുകൂടി വ്യക്തമാക്കും. അടുത്ത പാർട്ടും കൂടി വരുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാക്കും. ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. എന്താണ് ക്യാപിറ്റൽ ഐറ്റംസ്, എന്താണ് റവന്യൂ ഐറ്റംസ് എന്ന് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊന്നെടുത്ത് റെഫർ ചെയ്യുക. ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞ് സമയം കളയുന്നില്ല. നമ്മളത് അടുത്ത പാർട്ടായ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കൂടി വരുമ്പോൾ അതിനകത്ത് കൃത്യമായി കുറച്ചുകൂടി വ്യക്തമാക്കി ക്യാപിറ്റൽ ഐറ്റം എന്ത്, റവന്യൂ ഐറ്റം എന്ത് എന്ന് പറയുന്നതാണ്. എന്തായാലും നിങ്ങളിത് ഫസ്റ്റ് ഇയർ പഠിച്ചതായതുകൊണ്ട് ഒന്നെടുത്ത് റെഫർ ചെയ്യൂ. അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്. ദെൻ 6th പോയിന്റ്, ഇറ്റ് റെക്കോർഡ്സ് ബോത്ത് ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസ്. ക്യാഷ് ട്രാൻസാക്ഷനും എഴുതും, ബാങ്ക് ട്രാൻസാക്ഷനും എഴുതും. ഒറ്റ കോളത്തിലാണ്. റെസിപ്റ്റ് സൈഡിൽ ഒറ്റ എമൗണ്ട് കോളം, പേയ്മെൻറ്റ് സൈഡിലും ഒറ്റ എമൗണ്ട് കോളം. ക്യാഷും അവിടെ തന്നെ എഴുതും, ബാങ്കും അവിടെ തന്നെ എഴുതും. യാതൊരു വ്യത്യാസവും ഇല്ല. പ്രത്യേകം തരംതിരിവ് ഇവിടെ ഇല്ല. ക്യാഷും റെസിപ്റ്റ് സൈഡിൻ്റെ ഒറ്റ കോളത്തിൽ എഴുതുന്നു, അതുപോലെ ബാങ്കും അവിടെ തന്നെ എഴുതും. പേയ്മെൻറ്റ് സൈഡിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇറ്റ് റെക്കോർഡ്സ് ബോത്ത് ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസ്. എന്നാൽ ക്യാഷ് ബുക്കിൽ അങ്ങനെയല്ല. നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷം പഠിച്ചതാ. ഡബിൾ കോളം ക്യാഷ് ബുക്ക് എടുത്ത എന്താണ്? അവിടെ ക്യാഷിന് പ്രത്യേകം കോളം, ബാങ്കിന് പ്രത്യേകം കോളം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാം ഒറ്റ കോളത്തിൽ തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ 6ാമത്തെ ഫീച്ചർ. ഓക്കെ, അടുത്ത 7ാമത്തെ ഫീച്ചർ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഓൾ റെസിപ്റ്റ്സ് ആർ റെക്കോർഡഡ് അണ്ടർ വൺ കോളം. റെസിപ്റ്റ് സൈഡിൽ ഒറ്റ കോളത്തിൽ എഴുതും. എല്ലാ റെസിപ്റ്റ്സും കിട്ടിയതെല്ലാം റെസിപ്റ്റ് സൈഡിൽ ഒറ്റ കോളത്തിൽ എഴുതും. All receipts are recorded under one column, receipt side, and all payments are recorded under one column, payment side. 8. എന്താണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്? ഫണ്ട് കിട്ടിയാൽ റെക്കോർഡ് ചെയ്യും, ഫണ്ട് പോയാൽ റെക്കോർഡ് ചെയ്യും. നമ്മൾ നേരത്തെ എക്സാമ്പിൾ സഹിതം വ്യക്തമാക്കി. ഇപ്പോഴും ഒന്നുകൂടി പറയുന്നു. ഫണ്ട് കിട്ടിയാൽ റെസിപ്റ്റ് സൈഡ്, ഫണ്ട് പോയാൽ പേയ്മെൻറ്റ് സൈഡ്. അപ്പോൾ കിട്ടാത്ത എന്തെങ്കിലും ട്രാൻസാക്ഷൻസോ? ഉദാഹരണം, നമ്മൾ കഴിഞ്ഞ വർഷം ഫൈനൽ അക്കൗണ്ട് പഠിച്ചപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട എക്സ്പെൻസ് ആണ് ഡിപ്രീസിയേഷൻ. എന്താ പ്രത്യേകത? ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ഡിപ്രീസിയേഷൻ. എന്താണ് പ്രത്യേകത? ബിസിനസ്സുകാരനെ സംബന്ധിച്ച് വലിയൊരു ഐറ്റം, പ്രധാനപ്പെട്ട ഐറ്റം. എന്താണ് പ്രത്യേകത? ക്യാഷ് മൂവ്മെൻ്റ് ഇല്ല. എക്സ്പെൻസ് ആണ്, പക്ഷെ പൈസ കൊടുക്കുകയോ ഇല്ല, വാങ്ങുകയോ ഇല്ല. ഇവിടെ അങ്ങനൊരു ക്യാഷ് മൂവ്മെൻ്റ് ഇല്ലാത്ത ഒരു എക്സ്പെൻസ് ആണ് എന്ത്? ഡിപ്രീസിയേഷൻ. അതുകൊണ്ട് അത് ഒരിക്കലും എവിടെ വരില്ല? ക്യാഷ് ബുക്കിലും വരാറില്ല, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലും വരില്ല. അപ്പം നോൺ ക്യാഷ് ഐറ്റംസ് ഒന്നും വരില്ല. അതുപോലെ നിങ്ങൾ ഫൈനൽ അക്കൗണ്ട് പഠിച്ചപ്പോൾ അവിടെയുണ്ട് കുറച്ച് ഐറ്റംസ്. ഏതാ?
കിട്ടാത്ത എക്സ്പെൻസ്, കൊടുക്കാത്ത എക്സ്പെൻസ്. അതിൻ്റെ കാരണം നമ്മൾ അടുത്ത പാർട്ടിൽ പറയും. കൊടുക്കാത്ത എക്സ്പെൻസുകൾ, കിട്ടാത്ത ഇൻകം, ഇങ്ങനെ ഐറ്റംസ് ഉണ്ട്. ഇതും നമ്മൾ എവിടെ എഴുതാറില്ല? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എഴുതാറില്ല. പ്രധാനപ്പെട്ട ഫീച്ചർ നോൺ ക്യാഷ് ഐറ്റംസ്. ക്യാഷ് മൂവ്മെൻ്റ് ഇല്ലാത്ത ഐറ്റം, ക്യാഷ് കിട്ടാത്തത്, ക്യാഷ് കൊടുക്കാത്തത് ഒരിക്കലും എവിടെ എഴുതില്ല? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലോ ക്യാഷ് ബുക്കിലോ എഴുതാറില്ല. 8. 9ാമത്തെ ഫീച്ചർ, ഈ അക്കൗണ്ട് തുടങ്ങുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക്. ഈ അക്കൗണ്ട് അവസാനിക്കുന്നത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസിൽ തുടങ്ങി ക്ലോസിംഗ് ബാലൻസിൽ അവസാനിക്കും. ആ ബാലൻസ് ഏതൊക്കെയാകാം? ക്യാഷും ആകാം, ബാങ്കും ആകാം. അതെന്താണ്? ഇവിടെ ക്യാഷും ബാങ്കും എല്ലാം ഒറ്റ കോളത്തിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ബാലൻസ് ഇരിക്കുന്നത് ഏതൊക്കെയാകാം? ക്യാഷ് ബാലൻസും ആകാം, ബാങ്ക് ബാലൻസും ആകാം. അപ്പോൾ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം, ഞാൻ ചിന്തിക്കുന്നു. അത് നമ്മൾ 1-2 പ്രോബ്ലം കൂടി ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകും. പിന്നെ റിയൽ അക്കൗണ്ട്, സമ്മറി ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ എപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നു, ആര് പ്രിപ്പയർ ചെയ്യുന്നു, എങ്ങനെയുള്ളത് എഴുതും, ഇതൊക്കെ നമ്മൾ വ്യക്തമാക്കി 2 തവണ ഒന്ന് വായിച്ച് കഴിയുമ്പോൾ, ഒന്ന് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഫീച്ചേഴ്സ് കണ്ടു കഴിഞ്ഞു. അതുപോലെ പറഞ്ഞു, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ക്യാഷ് ബുക്കും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാം ഒരുപോലെ തന്നെയാണ്. ക്യാഷ് ബുക്കിൽ നോക്കി ഐറ്റംസ് ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്നാലും ചില വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ട്. അത് ഞാനൊന്ന് നോട്ട് ചെയ്ത് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. ചിലതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കേട്ട സ്ഥിതിക്ക് ഇതൊക്കെ പറയുവാൻ കഴിയുന്നതാണ്. എന്നാലും ഒന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ക്യാഷ് ബുക്ക് എന്ത് ബേസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് റിട്ടേൺ ഓൺ ഡെയിലി ബേസിസ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടോ? അത് പ്രിപ്പയർ ചെയ്യുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ, അക്കൗണ്ടിങ് പീരീഡ്, വർഷത്തിൻ്റെ അവസാനം. പീരീഡ് സാധാരണ വർഷമായിട്ടാണ് എടുക്കുന്നത്, അതിൻ്റെ അവസാനം. നേരത്തെ വ്യക്തമാക്കിയതാ. 2, ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ആര്? അതാണ് രണ്ടാമത്തെ വ്യത്യാസം. ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ആര്? എല്ലാവരും പ്രിപ്പയർ ചെയ്യും, എല്ലാ ഓർഗനൈസേഷനും പ്രിപ്പയർ ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടോ? എല്ലാവരും പ്രിപ്പയർ ചെയ്യത്തില്ല. പിന്നെ ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസ് മാത്രം പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്ത്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ 2 ഡിഫറൻസ് ആയി. 3, അത് നമ്മൾ മീനിങ്ങിനകത്ത് പറഞ്ഞതാ. ക്യാഷ് ബുക്ക് എന്ത് നോക്കി പ്രിപ്പയർ ചെയ്യും? സോഴ്സ് ഡോക്യുമെൻ്റ് നോക്കി പ്രിപ്പയർ ചെയ്യും. റെസിപ്റ്റും സ്ലിപ്പുകളും, പേ ഇൻ സ്ലിപ്പും സാലറി സ്ലിപ്പും ഒക്കെ നോക്കിയിട്ടാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. സോഴ്സ് ഡോക്യുമെൻ്റ് നോക്കിയിട്ടാണ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഡോക്യുമെൻറ്റ്. ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചു. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടോ? ഇപ്പോൾ പഠിച്ചു. തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് ബുക്ക് നോക്കിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് ബുക്ക് ഈസ് ദ ബേസ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ക്യാഷ് ബുക്ക് നോക്കിയാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. 4ാമത്തെ ഡിഫറൻസ്, നിങ്ങൾ ആ ഫോം ശ്രദ്ധിച്ചായിരുന്നോ? ഫോമിനകത്ത് ലെഡ്ജർ ഫോളിയോ കോളം, ക്യാഷ് ബുക്കിനകത്ത് എന്തുണ്ട്? ലെഡ്ജർ ഫോളിയോ കോളം ഉണ്ട്. എന്നാൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനകത്തോ ലെഡ്ജർ ഫോളിയോ കോളം ഇല്ല. ഇനിയും എഴുതാം. ക്യാഷ് ബുക്കിനകത്ത് ഏത് കോളം ഉണ്ട്? ഡേറ്റ് കോളം ഉണ്ട്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനകത്തോ ഡേറ്റ് കോളം ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഡിഫറൻസ് എഴുതാവുന്നതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ക്യാഷ് ബുക്കും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് നമ്മൾ വ്യക്തമാക്കി ക്ലിയർ ചെയ്ത് വെക്കുക. ഒരു 2 തവണ വായിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് വെക്കേണ്ടതാണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ മീനിങ് മനസ്സിലാക്കി, ഫീച്ചേഴ്സ് മനസ്സിലാക്കി, പിന്നെ
ക്യാഷ് ബുക്കും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനിലേക്കാണ് കിടക്കുന്നത്. എങ്ങനെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്, ഒരു ഫോർമാറ്റ്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നോക്കുക. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ്, എന്നിട്ട് ഡേറ്റ് എഴുതും, ഏത് വർഷത്തെയാണ്. ഇപ്പം 2020 മാർച്ചിലെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഫോർ ദ ഇയർ എൻഡിങ് 31 മാർച്ച് 2020. 18-ലെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഫോർ ദ ഇയർ എൻഡിങ് 31 മാർച്ച് 2018. ഇങ്ങനെ എഴുതും. പിന്നെ ക്ലിയർ ചെയ്തതാണ്. റെസിപ്റ്റ് സൈഡിൽ എന്തോ എഴുതുന്നത്, എല്ലാ റെസിപ്റ്റും നമ്മുടെ കയ്യിലേക്ക് വരുന്നതല്ല. അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു വയ്ക്കുക. ഈ ഐറ്റം എല്ലാം നമ്മൾ പിറകെ പഠിച്ചു വരും. അതുപോലെ പേയ്മെൻറ്റ് സൈഡിൽ എന്താണ് എഴുതുന്നത്, നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്നതെല്ലാം. ഇൻഫ്ലോ എല്ലാം റെസിപ്റ്റ് സൈഡ്, ഔട്ട്ഫ്ലോ എല്ലാം പേയ്മെൻറ്റ് സൈഡ്. അങ്ങനെ കുറേ പോകുന്നത് നിങ്ങൾക്ക് പരിചിതമായ കുറേ ഐറ്റമാണ്. പരിചയമില്ലാത്ത കുറേ ഐറ്റംസ് നമ്മൾ ക്ലിയറായി തൊട്ട് ക്ലാസ്സിൽ അടുത്ത സ്റ്റെപ്പ് കൂടെ പറയുമ്പോഴത്തേക്ക് നമ്മളതിൽ ക്ലിയർ ആവും. അപ്പോൾ ഈ ഫോർമാറ്റ് 1-2 തവണ വായിച്ചു വയ്ക്കുക, ഐറ്റം പരിചയപ്പെട്ട് വയ്ക്കുക. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്നിട്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈ ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഹെഡിങ് ഒക്കെ എഴുതി വരച്ചു. ആകെ 2 സൈഡേ ഉള്ളൂ, ഒന്ന് റെസിപ്റ്റ് സൈഡും പേയ്മെൻറ്റ് സൈഡും. റെസിപ്റ്റ് സൈഡിൽ എന്തെഴുതും, കിട്ടുന്നതെല്ലാം എഴുതും. പേയ്മെൻറ്റ് സൈഡിൽ എന്തെഴുതും, പോകുന്നതെല്ലാം എഴുതും. അപ്പോൾ എന്ത് മനസ്സിലാക്കിയാൽ മതി, തരുന്ന ക്വസ്റ്റ്യനിൽ നിന്നും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒന്ന്, ഏതെല്ലാമാണ് കയ്യിലേക്ക് വന്നത് അതെടുത്തങ്ങ് റെസിപ്റ്റ് സൈഡിൽ എഴുതുക. 2, ഏതെല്ലാമാണ് കയ്യിൽ നിന്ന് പോയത് അതെടുത്ത് പേയ്മെൻറ്റ് സൈഡിൽ എഴുതുക. പിന്നെ ഫീച്ചറിനകത്ത് നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, എന്ത്, നോൺ ക്യാഷ് ഐറ്റംസ് എഴുതത്തില്ല. അപ്പോൾ തരുന്ന ക്വസ്റ്റിനകത്ത് എന്തെങ്കിലും നോൺ ക്യാഷ് ഐറ്റംസ് ഉണ്ടോ എന്നും കൂടി വാച്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യത്തേ ഇല്ല. അപ്പോൾ 3 കാര്യമാണ്. ഒന്ന്, റെസിപ്റ്റ് തിരിച്ചറിയുക, റെസിപ്റ്റ് സൈഡിൽ എഴുതുക. പേയ്മെൻറ്റ് തിരിച്ചറിയുക, പേയ്മെൻറ്റ് സൈഡിൽ എഴുതുക. നോൺ ക്യാഷ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുകയേ വേണ്ട. കാരണം ഇവിടെ എഴുതുന്നത് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഓഫ് ഫണ്ടാണ്. ബാക്കി വന്ന ഫണ്ട് എത്ര എന്നറിയാൻ വേണ്ടിയാണ്. ബാങ്കിൽ കിടക്കുന്നത് എത്ര, കയ്യിലിരിക്കുന്നത് എത്ര എന്നറിയാൻ വേണ്ടിയാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എവിടെ നിന്നെല്ലാം ഫണ്ട് വന്നു, റെസിപ്റ്റ് സൈഡ് നോക്കിയാൽ മതി. എങ്ങനെല്ലാം ഫണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തു, പേയ്മെൻറ്റ് സൈഡിൽ നോക്കിയാൽ മതി. ഇതറിയാനാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു. അത് നമ്മൾ തൊട്ട് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ്, ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പുകൾ ഏതെല്ലാം. 4 സ്റ്റെപ്പാണ് ഇവിടെ ഉള്ളത്. ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള 4 സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഒന്ന് ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. അതാ ഞാൻ എഴുതാൻ പോകുന്നു, നിങ്ങൾ നോക്കുക. ബാലൻസ് ബ്രോഡൗൺ, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് എഴുതി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത്, ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. ഡെബിറ്റ് ആണെങ്കിൽ എവിടെ എഴുതുക, ഡെബിറ്റ് സൈഡിൽ എഴുതുക. എഴുതി. ഇനി ചിലപ്പോൾ എല്ലായ്പ്പോഴും ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ആകണമെന്നില്ല, ചിലപ്പോൾ അത് ക്രെഡിറ്റ് ബാലൻസ് ആകാം. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. അത് ഞാൻ ഉടനെ പറയും. ഇപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഈ ക്വസ്റ്റിനകത്ത് ഡെബിറ്റ് ബാലൻസ് ആണ്. ആ ഡെബിറ്റ് ബാലൻസ് എവിടെ എഴുതും, ഫസ്റ്റ് ഐറ്റമായി ഡെബിറ്റ് സൈഡിൽ, റെസിപ്റ്റ് സൈഡിൽ എഴുതും. അപ്പോൾ ഇത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് എങ്ങനെ അറിയും, അത് ക്വസ്റ്റിനകത്ത് ക്ലിയർ ചെയ്യും. ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് എന്ന് ക്ലിയർ ചെയ്യും. ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് ഡെബിറ്റ് ആണ്, ക്രെഡിറ്റ് ആണെങ്കിൽ അത് ക്ലിയർ ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ തരുന്ന ഐറ്റം എന്തായിരിക്കും, ഡെബിറ്റ് ആയിരിക്കും. അത് ഡെബിറ്റ് സൈഡിൽ എഴുതും. ഓക്കെ, അത് എഴുതി. അടുത്ത രണ്ടാമത്തെ ഐറ്റം സബ്സ്ക്രിപ്ഷൻ. എന്താണത്, റെസിപ്റ്റാ. ഞാൻ പറഞ്ഞല്ലോ, ഉള്ള ഐറ്റം നമ്മൾ എന്ത് തിരിച്ചറിഞ്ഞാൽ മതി, റെസിപ്റ്റ് ആണോ എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. സബ്സ്ക്രിപ്ഷൻ നമ്മൾ തുടർന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളത്
ഓർക്കുക, മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കളക്ഷനാണ്, മാസവരിയാണ് അല്ലെങ്കിൽ വാർഷിക വരിസംഖ്യയാണ് എന്തെന്ന് പറയുന്നത്? സബ്സ്ക്രിപ്ഷൻ. അത് നമ്മൾ റെസിപ്റ്റ് ആണ്. എവിടെ എഴുതും? റെസിപ്റ്റ് സൈഡിൽ എഴുതാൻ പോവുക. പക്ഷേ ഫീച്ചർ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആകെ നോക്കുന്നത് റെസിപ്റ്റ് ആണോ പേയ്മെൻ്റ് ആണോ. എന്ത് നോക്കുന്ന പ്രശ്നമില്ല. എന്നത്തെയാണ്, ഏത് പീരീഡ് ആണെന്ന് നോക്കുന്ന പ്രശ്നമില്ല. നമ്മൾ നാലാമത്തെ ഫീച്ചറിനകത്ത് വ്യക്തമായി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പം പീരീഡ് പ്രശ്നമല്ല. ഇവിടെ നോക്കൂ, 18, 19 ഉണ്ട്, 19, 20 ഉണ്ട്, 20, 21 ഉണ്ട്. ഇത് ഏത് വർഷത്തെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? 20-ൽ. പക്ഷേ നമുക്ക് പീരീഡ് ഒന്നും പ്രശ്നമല്ലല്ലോ. എല്ലാം ഇവിടെ എടുത്ത് എഴുതും. എന്ത് കണ്ടീഷൻ? റെസിപ്റ്റ് ആണോ പേയ്മെൻ്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതാ ഞാൻ എഴുതുന്നു. സബ്സ്ക്രിപ്ഷൻ എല്ലാം എടുത്ത് അതുപോലെ ഞാൻ എഴുതി, ഒരു മാറ്റവും ഇല്ലാതെ എഴുതി. എന്താ കാര്യം? ഇതെല്ലാം നമ്മുടെ കയ്യിൽ കിട്ടിയതാ. നമുക്ക് പീരീഡ് വിഷയമല്ല. ഇതാ എഴുതി, ടോട്ടൽ ചെയ്ത് എഴുതി 2100. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. സ്റ്റെപ്പ് നമ്പർ 2 എല്ലാ റെസിപ്റ്റും റെസിപ്റ്റ് സൈഡിൽ എഴുതുക. എല്ലാ റെസിപ്റ്റും റെസിപ്റ്റ് സൈഡിൽ എഴുതുക. സബ്സ്ക്രിപ്ഷൻ എഴുതി, റെസിപ്റ്റ്. ഡൊണേഷൻ, സംഭാവന കിട്ടി. സംഭാവന കിട്ടി, കൊടുത്തതല്ല, കിട്ടിയതാ. ഡൊണേഷൻ എല്ലാം ഇങ്ങോട്ട് നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് എല്ലാം ഡൊണേഷനും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എവിടെ എഴുതി? റെസിപ്റ്റ് സൈഡിൽ എഴുതി. ലൈഫ് മെമ്പർഷിപ്പ് ഫീ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതാ, നമ്മൾ എഴുതും. എൻട്രൻസ് ഫീസ് കിട്ടുന്നതാ, എഴുതും. അതും എഴുതി. എൻട്രൻസ് ഫീസും എഴുതി, ലൈഫ് മെമ്പർഷിപ്പ് ഫീസും എഴുതി. അടുത്ത ഐറ്റം കണ്ടോ, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി. നിങ്ങൾക്കറിയാവുന്നത് പേയ്മെൻറ്റാ, ലൈറ്റിംഗ് പേയ്മെൻറ്റാ, റേറ്റ്സ് ആൻഡ് ടാക്സ് പേയ്മെൻറ്റാ, ഇൻഷുറൻസ് പ്രീമിയം പേയ്മെൻറ്റാ. ഇതെല്ലാം പേയ്മെൻറ്റാ. അപ്പോൾ ഇത് എവിടേക്ക് പോകും? പേയ്മെൻറ്റ് സൈഡിലേക്ക് എഴുതും. റെസിപ്റ്റ് സൈഡാണോ? അല്ല. എന്താ കാര്യം? കിട്ടിയതല്ല. അപ്പോൾ പിന്നെ എന്താണ്? പേയ്മെൻ്റ് ആണ്. പേയ്മെൻ്റ് എല്ലാം എവിടെ? ക്രെഡിറ്റ് സൈഡായ പേയ്മെൻറ്റ് സൈഡിലേക്ക്. അപ്പോൾ അത് ഓരോന്നും നമ്മൾ എഴുതാൻ പോകുന്നു. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ലൈറ്റിംഗ്, റേറ്റ്സ് ആൻഡ് ടാക്സ്, ഇൻഷുറൻസ് പ്രീമിയം എഴുതി. അടുത്ത പർച്ചേസ് ഓഫ് ഫർണിച്ചറോ? അതും പേയ്മെൻറ്റ്. പക്ഷെ ആ ഐറ്റത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് നമ്മൾ പിന്നീട് അങ്ങോട്ട് പറയും. എന്തായാലും എന്താണ്? പേയ്മെൻറ്റാ. പേയ്മെൻറ്റ് നമ്മൾ അവിടെ എഴുതി. അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി, ഇൻട്രസ്റ്റ് കിട്ടി, റെസിപ്റ്റാ, റെസിപ്റ്റ് സൈഡിൽ എഴുതി. പക്ഷെ അതിന് ഇടയ്ക്കൊരു ഐറ്റം ഞാൻ പരിഗണിച്ചതേ ഇല്ലല്ലോ. ഏതാണ്? ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റം ഞാൻ പരിഗണിച്ചതേ ഇല്ലല്ലോ. എന്തുകൊണ്ട് പരിഗണിച്ചില്ല? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് ഞാനത് പരിഗണിക്കാഞ്ഞത്? ഡിപ്രീസിയേഷൻ പരിഗണിക്കാഞ്ഞത്? അത് നോൺ ക്യാഷ് ഐറ്റം, ക്യാഷ് മൂവ്മെൻ്റ് ഇല്ല. അത് ഫീച്ചറിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ. നോൺ ക്യാഷ് ഐറ്റം ഒന്നും ഇവിടെ വേണ്ട, അത് വേണ്ട. അടുത്തത് ലോക്കർ റെന്റ്. ലോക്കർ റെന്റ്, റെന്റ് റിസീവ് ചെയ്തു. ലോക്കർ റെന്റ് റെസിപ്റ്റ് എഴുതി. പർച്ചേസ് ഓഫ് ഗവൺമെൻറ് ബോണ്ട് പേയ്മെൻറ്റ് എവിടെ എഴുതി? പേയ്മെൻറ്റ് സൈഡിൽ എഴുതി. ഹോണറേറിയം എവിടെ എഴുതി? പേയ്മെൻറ്റ് സൈഡിൽ എഴുതി. സെയിൽ ഓഫ് സ്ക്രാപ്പ്, സ്ക്രാപ്പ് അവിടെ കിടക്കുന്ന സ്ക്രാപ്പ് എല്ലാം കൂടെ പറക്കി വിറ്റു. അപ്പോൾ അല്പം റെസിപ്റ്റ് കിട്ടി. റെസിപ്റ്റ് അല്ലേ? എവിടെ എഴുതും? റെസിപ്റ്റ് സൈഡിൽ എഴുതും. എല്ലാം എഴുതി. ആകെ അവശേഷിച്ചത് ഒരു ഡിപ്രീസിയേഷനും പിന്നെ ഒരു ക്യാഷ് അറ്റ് ബാങ്കും. ബാക്കിയെല്ലാം എഴുതി. റെസിപ്റ്റ് എല്ലാം റെസിപ്റ്റ് സൈഡിലും, പേയ്മെൻ്റ് എല്ലാം പേയ്മെൻറ്റ് സൈഡിലും എഴുതി. അപ്പോൾ നമുക്ക് 3 സ്റ്റെപ്പ് ആയല്ലോ. ആയി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നാലാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? ബാലൻസ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ഇയറിലെ പഠിച്ചല്ലോ. എന്താണ്? ഡെബിറ്റ് കൂട്ടുക, ക്രെഡിറ്റ് കൂട്ടുക, ഡിഫറൻസ് കാണുക, ഡിഫറൻസ് കണ്ട് കുറവുള്ളിടത്ത് എഴുതുക. കുറവുള്ളിടത്ത് എഴുതുക. ഇവിടെ ടോട്ടൽ ചെയ്യുന്നു. ഞാൻ ടോട്ടൽ ചെയ്തു. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുകയാണ്. ഡെബിറ്റ് സൈഡ് കൂട്ടി റെസിപ്റ്റ് സൈഡ് കൂട്ടിയപ്പോൾ ആകെ കിട്ടിയത്, കയ്യിലേക്ക് വന്ന ഫണ്ട്, മുൻ ബാലൻസും ഇപ്പോൾ കിട്ടിയതും കൂടി ചേർത്ത് 4450. ടോട്ടൽ ഇൻഫ്ലോ 4450. രണ്ട് സൈഡും എഴുതി.
4450. പേയ്മെൻറ്റ് സൈഡ് നോക്കിയാൽ ഔട്ട്ഫ്ലോ, കുറേ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ബാക്കി വല്ലതും ഉണ്ടോ? ഉണ്ട്, ബാലൻസ് ഉണ്ട്. എത്രയുണ്ട്? ക്യാഷ് അറ്റ് ബാങ്കിൽ ഒരു 2000 രൂപയുണ്ട്. ബാങ്കിൽ 2000 രൂപയുണ്ട്, കയ്യിൽ 550 ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു പ്രത്യേകത മനസ്സിലായോ? എന്താണ്? ഓപ്പണിംഗ് ബാലൻസിൽ തുടങ്ങി ക്ലോസിംഗ് ബാലൻസിൽ അവസാനിക്കുന്നു. ഓപ്പണിംഗ് ബാലൻസിൽ തുടങ്ങി ക്ലോസിംഗ് ബാലൻസിൽ അവസാനിക്കുന്നു. അതാണ് എന്ത്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഒരു പ്രത്യേകത. ബാലൻസ് ബ്രോ ഡൗണിൽ തുടങ്ങും, ബാലൻസ് ക്യാരി ഡൗണിൽ അവസാനിക്കും. ഓപ്പണിംഗ് ബാലൻസിൽ തുടങ്ങി ക്ലോസിംഗ് ബാലൻസിൽ അവസാനിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾക്കത് എന്ത് ചെയ്യാം? ഒന്നുകൂടി പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഞാനിത് പ്രിപ്പയർ ചെയ്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. വീണ്ടും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയാൽ വ്യക്തമായി നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞു. അപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു കഴിഞ്ഞു. ഇനി ഇതിനോടൊപ്പം 2 പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ കമൻ്റ് ഇടുകയോ ചെയ്യുക. ഇനി നിങ്ങൾക്കത് ചെയ്ത് നോക്കാനുള്ള ഫോർമാറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് വരുന്ന ഐറ്റം, റെസിപ്റ്റ് എന്തെല്ലാം വരും, പേയ്മെൻറ്റ് എന്തെല്ലാം വരും എന്ന് ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്ത് ചില ഐറ്റത്തിന് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ചില ഐറ്റം കാണും. അത് നമ്മൾ അടുത്തൊരു വീഡിയോ ഇടുന്നുണ്ട്, ഒരു ക്ലാസ് ഉണ്ട്. ആ ഐറ്റം നിങ്ങളെ അതിനകത്ത് ചില സ്പെഷ്യൽ ഐറ്റത്തിൻ്റെ അത് പരിചയപ്പെടുത്തി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻ ഇട്ടേക്കെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അവസാനമായിട്ട് ഒന്നുകൂടി, അതായത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട സ്റ്റെപ്പ് ഒന്നുകൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെ ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ചെയ്യാം, അതിൻ്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണ്. ഒരു 4 സ്റ്റെപ്പായിട്ട് ചുരുക്കിയേക്കും. വെറും 4 സ്റ്റെപ്പാണ് അത് ഉള്ളത്. അത് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 1ഉം 2ഉം നമുക്കിപ്പോൾ പറയുന്നു. എന്താണ് സ്റ്റെപ്പ് 1? നോക്കുക. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചതാണല്ലോ. ഞാൻ ആദ്യം എന്തായിരുന്നു എഴുതിയത്? ആദ്യം എഴുതിയത് ഓപ്പണിംഗ് ബാലൻസ് ആണ് എഴുതിയത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരച്ചതിന് ശേഷം, ഹെഡിങ് ഒക്കെ എഴുതിയതിന് ശേഷം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷും ബാങ്കും എവിടെ എഴുതുക? ഡെബിറ്റ് സൈഡിൽ എഴുതുക. ഞാനിവിടെ ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്റ്റ് സൈഡിൽ ഈ ഓപ്പണിംഗ് ബാലൻസായ ക്യാഷും ബാങ്കും എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കൂ. ബാലൻസ് ബ്രോ ഡൗൺ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ക്യാഷ് ഇത്ര, ബാങ്ക് ഇത്ര. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതി. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഫസ്റ്റ് ഐറ്റം ആക്കി എഴുതും. ചിലപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. ബാങ്ക് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ബാങ്കിന് ലോൺ ആയിരിക്കും. ബാങ്കിൽ നിന്ന് കൂടുതൽ നമ്മൾ വിഡ്രോ ചെയ്തിരിക്കുന്നതായിരിക്കാം, ലോൺ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് എവിടെ എഴുതും? അത് ലൈബിലിറ്റിയാണ്. എവിടെ എഴുതും? നോക്കാം. എവിടെയാണ് എഴുതുന്നത്? ക്രെഡിറ്റ് സൈഡിൽ. ക്രെഡിറ്റ് സൈഡിൽ. ഓർക്കുക, ക്യാഷ് ഒരിക്കലും ക്രെഡിറ്റ് സൈഡിലേക്ക് വരുന്ന പ്രശ്നം ഇല്ല. ക്യാഷ് ബാലൻസ് ഒരിക്കലും ക്രെഡിറ്റ് ആകില്ല. ബാങ്ക് മാത്രമേ അത് ചിലപ്പോൾ ഡെബിറ്റോ ക്രെഡിറ്റോ ആകും. ഞാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു, ബാങ്ക് ക്രെഡിറ്റോ ഡെബിറ്റോ ആകും. ബാങ്ക് അങ്ങനെ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ഓവർ ഡ്രാഫ്റ്റ് ആണ്. അത് എവിടെയാണ് വരുന്നത്? എവിടെയാണ് വരുന്നത്? പേയ്മെൻറ്റ് സൈഡിൽ. ക്രെഡിറ്റ് സൈഡായ പേയ്മെൻറ്റ് സൈഡിലാണ് വരുന്നത്. നോക്കൂ, ബാലൻസ് ബ്രോഡൗൺ എന്നെഴുതി ബാങ്കിനെ നമ്മൾ എവിടേക്ക് മാറ്റും? എവിടെയാക്കി എഴുതും? ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ഇതാണ്. അപ്പോൾ ക്യാഷ് എവിടെ വരും? ഡെബിറ്റ് സൈഡിലും റെസിപ്റ്റ് സൈഡിലും. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് അഥവാ ക്രെഡിറ്റ് ആണെങ്കിൽ എവിടെ വരും? പേയ്മെൻറ്റ് സൈഡിലും വരും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പിടികിട്ടിയല്ലോ. ശരി, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഐറ്റംസ് എഴുതുക. അത് നേരത്തെ ക്ലിയർ ചെയ്തു. എന്താ?
തരുന്ന ഐറ്റത്തിൽ നിന്നും റെസിപ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. നേരെ എവിടേക്ക് എഴുതുക? റെസിപ്റ്റ് സൈഡിൽ എഴുതുക. ഷോ ഓൾ റെസിപ്റ്റ് ഓൺ ഡെബിറ്റ് സൈഡ് ആൻഡ് ഓൾ പേയ്മെൻറ്റ്സ് ഓൺ ക്രെഡിറ്റ് സൈഡ്. ഷോ ഓൾ റെസിപ്റ്റ് ഓൺ റെസിപ്റ്റ് സൈഡ് ആൻഡ് ഓൾ പേയ്മെൻറ്റ്സ് ഓൺ ക്രെഡിറ്റ് സൈഡ്. ഇതാണ് 1ഉം 2ഉം സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ 3, 4 ആകെ 4 സ്റ്റെപ്പ്. അതിൽ മൂന്നാമത്തെ 4-മത്തെ സ്റ്റെപ്പ് പറയാൻ പോകുന്നു. സ്റ്റെപ്പ് 3ഉം 4ഉം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? നോട്ട് എൻ്റർ നോൺ ക്യാഷ് ഐറ്റംസ് സച്ച് ആസ് ഡിപ്രീസിയേഷൻ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകംസ് എക്സെട്ര. ചിലപ്പോൾ തരുന്ന ക്വസ്റ്റിനകത്ത് എന്തെങ്കിലുമൊക്കെ നോൺ ക്യാഷ് ഐറ്റംസ് ഉണ്ടാവും. ആ നോൺ ക്യാഷ് ഐറ്റംസ് ഒന്നും ഇതിനകത്ത് എഴുതാനേ പാടില്ല. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനകത്ത് എഴുതാനേ പാടില്ല. നോക്കൂ, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനകത്ത് ഒരു കാരണവശാലും എന്ത് റെക്കോർഡ് ചെയ്യരുത്? നോൺ ക്യാഷ് ഐറ്റംസ് എഴുതരുത്. റെസിപ്റ്റ് സൈഡിലും എഴുതരുത്, പിന്നെയോ പേയ്മെൻറ്റ് സൈഡിലും എഴുതാൻ പാടില്ല. ഇതാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് പിടികിട്ടിയല്ലോ. നോൺ ക്യാഷ് ഐറ്റംസ് ഒരിക്കലും റെസിപ്റ്റ് സൈഡിലോ പേയ്മെൻറ്റ് സൈഡിലോ എൻ്റർ ചെയ്യരുത്. ഇനി അവശേഷിക്കുന്നത് ലാസ്റ്റ് സ്റ്റെപ്പായ 4-മത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഫസ്റ്റ് എഴുതി, ഐറ്റംസ് എല്ലാം റെക്കോർഡ് ചെയ്തു, റെസിപ്റ്റ് എല്ലാം റെസിപ്റ്റ് സൈഡിൽ എഴുതി, പേയ്മെൻ്റ് എല്ലാം പേയ്മെൻറ്റ് സൈഡിൽ എഴുതി. ചില നോൺ ക്യാഷ് ഐറ്റംസ് ഉണ്ടായിരുന്നു, അതും എഴുതിയില്ല. അങ്ങനെ 3 സ്റ്റെപ്പുമായി. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി നിൽക്കുന്നു. എന്താണ്? അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. അതാണ് ലാസ്റ്റ് സ്റ്റേജിൻ്റെ സ്റ്റെപ്പ്. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. അപ്പം നോക്കുക, ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദ അക്കൗണ്ട്. ഈ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കുക. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഡെബിറ്റിൻ്റെ ടോട്ടൽ എടുക്കും, ക്രെഡിറ്റിൻ്റെ ടോട്ടൽ എടുക്കും, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടെത്തും. അതൊക്കെ അറിയാവുന്ന, ഇനി അതൊന്നും പറയേണ്ട കാര്യമില്ല. ഡെബിറ്റിൻ്റെ ടോട്ടൽ കാണുക, ക്രെഡിറ്റിൻ്റെ ടോട്ടൽ കാണുക, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അപ്പോൾ എന്തായി? ബാലൻസ് ആയി. ക്ലിയർ ആയില്ലേ? അതായത് ലാസ്റ്റ് സ്റ്റേജ് എന്താണ്? അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡെബിറ്റിൻ്റെ ടോട്ടൽ കാണുന്നു, ക്രെഡിറ്റിൻ്റെ ടോട്ടൽ കാണുന്നു, രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതാണ് ക്ലോസിംഗ് ബാലൻസ്. നോക്കൂ, ഫൈൻഡ് ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദ അക്കൗണ്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മൾ ബാലൻസ് കണ്ടുപിടിച്ചു, ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചു. ഈഫ് ദ ബാലൻസ് ഈസ് ഡെബിറ്റ്, ബാലൻസ് ഡെബിറ്റ് ആണെങ്കിൽ, ബാലൻസ് ഡെബിറ്റ് ആകണമെങ്കിൽ എന്തുണ്ടാവണം? ഈ ഡെബിറ്റ് സൈഡ് ടോട്ടൽ കൂടുതലായിരിക്കണം. ഡെബിറ്റ് സൈഡ് ടോട്ടൽ ഈസ് മോർ ദാൻ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ. ക്രെഡിറ്റിൻ്റെ ടോട്ടലിനേക്കാൾ കൂടുതലായിരിക്കണം എന്തെന്ന് പറയുന്നത്? ഡെബിറ്റിൻ്റെ ടോട്ടൽ. അങ്ങനെയാണെങ്കിലാണ് അവിടെ വരുന്ന ബാലൻസ് ഏത്? ഡെബിറ്റ്. ആ ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നതെങ്കിൽ അത് നമ്മൾ എവിടെ എഴുതും? ആ ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ബാലൻസ് ക്യാരി ഡൗൺ എന്നെഴുതി നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ക്യാഷ് ഇത്ര, ബാങ്ക് ഉണ്ടെങ്കിൽ ബാങ്ക് ഇത്ര എന്ന് പറഞ്ഞ് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് എഴുതും. എങ്ങനെയാണെങ്കിലാണ്? ഓർക്കുക, ഈഫ് ദ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ഈസ് മോർ ദാൻ ദ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ, ദ ബാലൻസ് ഈസ് ഡെബിറ്റ് ബാലൻസ്. ഇറ്റ് വിൽ ബി റിട്ടൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ആസ് ബാലൻസ് ക്യാരി ഡൗൺ. ക്യാഷ് ഇത്ര, ബാങ്ക് ഇത്ര എന്ന് പറഞ്ഞ് നമ്മൾ രേഖപ്പെടുത്തും. ഇതെപ്പോഴും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ നേരെ തിരിച്ചു സംഭവിക്കും. കാരണം ഇവിടെ ബാങ്ക് ട്രാൻസാക്ഷൻസും കൂടി ഉള്ളതുകൊണ്ട് ക്രെഡിറ്റ് സൈഡ് ആവാം കൂടുതൽ വരുന്നത്, ക്രെഡിറ്റ് സൈഡ് കൂടുതൽ വന്നേക്കാം. അങ്ങനെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നതെങ്കിൽ ബാലൻസ് എന്താണ്? ക്രെഡിറ്റ് ബാലൻസ്. ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ, പേയ്മെൻറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ
ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്. അങ്ങനെയാണെങ്കിൽ അത് എവിടെ എഴുതും? ക്രെഡിറ്റ് സൈഡിലല്ല എഴുതുന്നത്, പിന്നെ എവിടെയാണ്? ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത്. എന്തുകൊണ്ട്? ഡെബിറ്റ് സൈഡ് ടോട്ടലാണ് കുറവ്, ഡെബിറ്റ് സൈഡ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഡിഫറൻസ് എവിടെ എഴുതും? ഡെബിറ്റ് സൈഡിൽ എഴുതും, റെസിപ്റ്റ് സൈഡിൽ എഴുതും, റെസിപ്റ്റ് സൈഡിൽ എഴുതും. നമ്മൾ നേരെ ബാലൻസ് ക്യാരി ഡൗൺ എവിടുന്ന് പോവും? റെസിപ്റ്റ് സൈഡിലേക്ക് മാറ്റും. എന്നിട്ട് ബാങ്ക് എന്ന് അവിടെ രേഖപ്പെടുത്തും. ക്യാഷ് വരത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ക്യാഷ് ഒരിക്കലും ക്രെഡിറ്റ് ബാലൻസ് വരില്ല. എന്തേ വരൂ? ബാങ്ക് വരുള്ളൂ. അപ്പോൾ ഇതാണ് സ്റ്റെപ്പുകൾ. അങ്ങനെ 4 സ്റ്റെപ്പ്. അപ്പോൾ ഈ സ്റ്റെപ്പ് വെച്ചിട്ട് 2 ക്വസ്റ്റ്യൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ആ 2 ക്വസ്റ്റ്യനും നിങ്ങൾ ക്ലിയർ ചെയ്യുക. ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 ഉണ്ട്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പ് ഒന്ന് നോക്കിയിട്ട് സ്വന്തമായി നല്ല വൃത്തിയായിട്ട് എഴുതുക. ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നു എങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി എന്നെ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്താം. അപ്പോൾ തീർച്ചയായും ഞാൻ ഈ പ്രോബ്ലവുമായിട്ട് ഉടൻ അടുത്ത ഒരു വീഡിയോയുമായി ഇതിനകത്ത് വരുന്നതാണ്. വന്നാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം അവിടെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. പിന്നെ രണ്ടാമതൊരു ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ക്വസ്റ്റ്യനാണ് കൊടുത്തേക്കുന്നത്. 2 ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നമ്മളിനി അടുത്ത വീഡിയോ വരുന്നതെന്ന് പറഞ്ഞത് ഫൈനൽ അക്കൗണ്ടിൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ അക്കൗണ്ടായ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറുമായിട്ടാണ് വരുന്നത്. അതിനു മുമ്പ് നമുക്ക് ഇതെന്ത് ചെയ്യാൻ കഴിയണം? ക്ലിയർ ആക്കാൻ കഴിയണം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ക്ലിയർ ആക്കാൻ കഴിയണം. അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെ, എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ ക്ലിയർ ആക്കിയിരിക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് പോകാൻ. ആ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതൊക്കെ നമ്മൾ അവിടെ പരിചയപ്പെടും. എന്താണ് സബ്സ്ക്രിപ്ഷൻ, എന്താണ്, അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടല്ലോ. ഇതെല്ലാം നമ്മൾ കൃത്യമായി പരിചയപ്പെട്ട് നമ്മൾ പോകുന്നത്. അപ്പം നിങ്ങൾ ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ പ്രോബ്ലം വീണ്ടും വീണ്ടും ചെയ്ത് നോക്കുക. ആ ഫോർമാറ്റ് എടുത്തിട്ട് ആ ഐറ്റമൊക്കെ പരിചയപ്പെടുക. ഏതെങ്കിലും ഐറ്റത്തെക്കുറിച്ച് ഇതുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തിടുക, ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. നമുക്കിനിയും മറ്റൊന്ന് ഉദ്ദേശിക്കുന്നത്, ഇത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് നിങ്ങൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കണ്ടേ, നിങ്ങൾ എന്ത് ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ ക്ലാസ് എഫക്റ്റീവ് ആയിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. അപ്പോൾ ഒരു ഇവാലുവേഷൻ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ഇവാലുവേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ലൈവായി തന്നെ നമ്മളൊരു ഇവാലുവേഷൻ നടത്തും. 1 വേർഡ് ആൻസർ ആയിരിക്കും. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇട്ടുള്ള ലൈവായി നമ്മളൊരു ടെസ്റ്റ് നടത്തും. എത്ര പേര് അതിൽ പങ്കെടുക്കുന്നു, അതുപോലെ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് എനിക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ഞാൻ തീർച്ചയായും ലൈവായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ തീർച്ചയായും അതിനകത്ത് നിങ്ങൾ പങ്കെടുക്കുകയും ചെയ്യണം. അതിനു മുമ്പ് ഇത് ക്ലിയറായി വായിച്ച് നോക്കുക. വായിച്ച് നോക്കി അതിൻ്റെ എല്ലാം മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്നെ വിളിക്കണം. നമ്മൾ വീണ്ടും അടുത്ത ഒരു പാർട്ടുമായിട്ട് നമ്മൾ വരും. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും ഇത് ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.